ഹായ് കൂട്ടുകാരെ, ബഷീർ ദിന ക്വിസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഷീറിന്റെ ഏത് കൃതിയിലാണ് മജീദും സുഹറയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്? ബാല്യകാല സഖി. ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ഒരു ഏടാണ് ഈ ഗ്രന്ഥം എന്ന് ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആരാണ്? പ്രൊഫസർ എം.ബി. പോൾ. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ ഏതാണ്? ഭാർഗവീ നിലയം. ബഷീറിന്റെ ഏത് പുസ്തകത്തിലാണ് കുഞ്ഞു പാത്തുമ്മ എന്ന പ്രശസ്ത കഥാപാത്രം ഉള്ളത്? എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ബേപ്പൂരിൽ ബഷീർ താമസിച്ചിരുന്ന പ്രശസ്തമായ വീടിന്റെ പേരെന്തായിരുന്നു? വയലാലിൽ വീട്. മലയാളികൾ ഇന്നും ഉപയോഗിക്കുന്ന ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണ് ഉള്ളത്? ബാല്യകാല സഖി. ബഷീറിന്റെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന വിഖ്യാത കഥാപാത്രം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന നോവൽ ഏതാണ്? സ്ഥലത്തെ പ്രധാന ദിവ്യൻ. മതിലുകൾ എന്ന നോവലിൽ ജയിലിന്റെ മതിലിനപ്പുറത്തു നിന്ന് ബഷീറിനെ ആകർഷിച്ച ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ആ സ്ത്രീ കഥാപാത്രത്തിന്റെ പേരെന്താണ്? നാരായണി. ഒരു സാധാരണക്കാരന്റെ മൂക്ക് വളരുന്നതിലൂടെ അയാൾ ലോകപ്രശസ്തനാകുന്നതും തുടർന്നുള്ള സാമൂഹിക സംഭവങ്ങളും പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ബഷീറിന്റെ കഥ ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. സ്വാതന്ത്ര്യസമര കാലത്ത് എഴുതിയ ബഷീറിന്റെ ഏത് പുസ്തകമാണ് ബ്രിട്ടീഷ് സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിരോധിച്ചത്? ധർമ്മരാജ്യം. കഥകളും നോവലുകളും മാത്രം എഴുതിയിരുന്ന ബഷീർ തന്റെ ജീവിതത്തിൽ ആകെ എഴുതിയ ഒരേയൊരു നാടകം ഏതാണ്? കഥാബീജം. എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിൽ കുഞ്ഞു പാത്തുമ്മയെ അറിവിന്റെ ലോകത്തേക്ക് നയിക്കുന്ന നായകൻ ആരാണ്? നിസാർ അഹമ്മദ്. കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.